പശ്ചിമേഷ്യയിലേക്ക് തന്നെ പോവുകയാണ്. യുദ്ധ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടി തുടങ്ങിയതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ അടക്കം പ്രത്യാക്രമണം ഉണ്ടാകുന്നത്. ഇറാനിലെ ഒരു സ്കൂളിന് നേരെ അടക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിൽ 40ഓളം കുട്ടികൾ മരിക്കുന്ന സാഹചര്യം. ഇതുവരെ പശ്ചിമേഷ്യയിലെ ഈ ഒരു യുദ്ധത്തിൽ 43 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഗൾഫ് മേഖലയിൽ അടക്കം ഒരു ആശങ്കാജനകമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ആദ്യം ഇസ്രായേൽ ഇറാനെ നേരെ ആക്രമണം നടത്തുന്നു. അതിന് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇറാൻ കൃത്യമായ ഒരു തിരിച്ചടി ഇസ്രായേലിന് നൽകുന്നു. കൂടാതെ ഗൾഫ് മേഖലയിലേക്ക് അടക്കം തങ്ങളുടെ ആക്രമണം ഇറാൻ വ്യാപിപ്പിക്കുന്നു. കുവൈറ്റ്, അബുദാബി, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അടക്കം ഇറാൻ തിരിച്ചടി ആരംഭിക്കുന്നു. US കേന്ദ്രങ്ങളിലേക്ക്, ഈ ഒരു അറബ് മേഖലകളിലുള്ള US താവളങ്ങളിലേക്ക് തന്നെയായിരുന്നു ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ആ ഒരു ആക്രമണത്തിൽ ആശങ്കയിൽ തന്നെയാണുള്ളത്. വിവിധ വിമാന സർവീസുകൾ അടക്കം റദ്ദാക്കുന്ന സാഹചര്യം ലോക രാജ്യങ്ങളിലെ അടക്കം രൂക്ഷമായി ഈ ഒരു സാഹചര്യം ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ലോറൻസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലോറൻസ്, എന്തായാലും സാഹചര്യങ്ങൾ ആശങ്കാജനകം തന്നെയാണ്. ബഹ്റിൽ നിന്ന് നമുക്കൊപ്പം ഒരു മാധ്യമ പ്രവർത്തകർ ചേർന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നത്, ഭരണകൂടം അറിയിച്ചത് ഇപ്പോൾ അണ്ടർ കൺട്രോളിലാണ്, കാര്യങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നുണ്ട് പുറത്ത് പല സ്ഥലങ്ങളിലായി ആക്രമണത്തിന് അല്ലെങ്കിൽ മിസൈലുകൾ വന്ന് പതിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം എന്നൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഇറാൻ തങ്ങളുടെ ആക്രമണം ഒരു ഗൾഫ് മേഖലകളിൽ അടക്കം വ്യാപിപ്പിക്കുകയാണോ ഈ മണിക്കൂറുകളിൽ? തീർച്ചയായിട്ടും കാർത്തിക, നമ്മൾ അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഒരു 12 മണിയോടുകൂടിയാണ് ഈ ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് സംയുക്ത ആക്രമണം തുടങ്ങിയിട്ടുള്ളത്. ഏതാണ്ട് ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇറാൻ പ്രത്യാക്രമണം തുടങ്ങിയത്. നമ്മൾക്കിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടമായ വിവരം പങ്കുവയ്ക്കുകയാണല്ലോ. ഇസ്രായേലിൻ്റെ ആദ്യത്തെ ആക്രമണം തന്നെ ടെഹ്റാൻ നഗരത്തിൽ പരമോന്നത നേതാവ് ഖമനേയിയുടെയും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ്റെയും വീടുകൾ അല്ലെങ്കിൽ അവരെ ലക്ഷ്യം വെച്ചാണ് ആ ആക്രമണം നടത്തിയത്. എന്താണ് അതിൻ്റെ കാഷ്വാലിറ്റി എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഖമനേയിയോട് ഖമനേയിയെ ടെഹ്റാനിൽ നിന്ന് മാറ്റിയതായിട്ടുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റ് പെഷസ്കിയാൻ സുരക്ഷിതനാണെന്നുള്ള വിവരങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും ദുരന്തമായ ഈ ആദ്യ ദിവസത്തെ ആക്രമണത്തിലെ ഏറ്റവും ദുരന്തമുഖം എന്ന് പറയുന്നത് തെക്കൻ ഇറാഖിലെ പ്രൈമറി പെൺകുട്ടികളുടെ ഒരു സ്കൂളിൽ നടന്ന മിസൈൽ ആക്രമണമാണ്. ഈ സ്കൂളിലെ 40 പെൺകുട്ടികൾ മരിച്ചു എന്നതാണ്. 40 പിഞ്ചു പെൺകുട്ടികൾ മരിച്ചു എന്നുള്ള വിവരമാണ് ഏറ്റവും പുറത്തു വരുന്നത്. ഏതാണ്ട് ഒരു 40ഓളം അതിലധികം പേരും ഇപ്പോൾ പരിക്കേറ്റവരുണ്ട്. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഖമനേയിയുടെ വസതി ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ സേന പുറത്തുവിട്ടിരുന്ന ഒരു അവരുടെ ഇറാൻ്റെ സൈനിക മേധാവി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടി ഇസ്രായേൽ സേന പുറത്തുവിടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിലേക്ക് ഇറാൻ ശക്തമായ തിരിച്ചടി. ഏതാണ്ട് ഇസ്രായേൽ ഇറാനിലെ 100 കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ 100 കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ 35ലധികം തിരിച്ചടിയായി 35ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചതായിട്ടാണ് വിവരങ്ങൾ. ഇത് പല സ്ഥലത്തും ഇസ്രായേലിൽ സ്ഫോടനങ്ങളുണ്ടായി. ആളുകളോടെല്ലാം തന്നെ ബങ്കറുകളിലേക്ക് മാറാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. പലയിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ തിരിച്ചടിയായിട്ട് ഇറാൻ അമേരിക്കയുടെ സഖ്യകക്ഷി രാജ്യങ്ങളായ അറബ് രാജ്യങ്ങളിലെല്ലാം തന്നെ പരക്കെ ആക്രമണം നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൗദി അറേബ്യ, ഖത്തർ, അതുപോലെ തന്നെ ഒമാൻ ഇതുവരെ ആക്രമണം നടത്തിയിട്ടില്ല. അത് സൗദി അറേബ്യ, ഖത്തർ, ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള UAE ഉൾപ്പെടെയുള്ള ഏതാണ്ട് എല്ലാ സഖ്യരാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ പരക്കെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ രാജ്യങ്ങളിൽ നടന്ന ദൃശ്യങ്ങളാണ് നമ്മളെ ആദ്യമേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലായി ഇവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ മരണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നില്ല. അബുദാബിയിൽ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. അബുദാബിയിൽ
UAE നടന്ന മിസൈൽ ആക്രമണത്തിൽ അബുദാബിയിലാണ് ആക്രമണം നടന്നിട്ടുള്ളത്. അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലാണ് ആക്രമണം നടന്നത്. അവിടെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ട് മരണം ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലും അമേരിക്കയും മറ്റൊരു കാര്യത്തിലും കൂടി വളരെ ജാഗ്രതയുള്ളവരാണ്. അവർ ഇറാനെ അനുകൂലിക്കുന്ന സായുധ ഗ്രൂപ്പുകളെയും അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇറാനെ അനുകൂലിക്കുന്ന ഒരു സായുധ ഗ്രൂപ്പ് ഇറാഖിലുണ്ട്. ആ ഇറാഖിൽ അവരുടെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ഒരു ഒരു മിസൈൽ ആക്രമണം നടത്തി അവർ 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 43 മരണമാണ് ഇന്ന് ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ. ഇന്ന് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കും. ഇറാൻ നടത്തിയ തിരിച്ചടികൾ ഉൾപ്പെടെ 43 മരണമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഈ തെക്കൻ ഇറാനിലെ പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ 40 പേർ മരിച്ചു എന്ന ദുരന്ത വാർത്തയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ തരത്തിലുള്ള യുദ്ധ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും കൂടി നടത്തിയിട്ടുള്ള ഒരു ആക്രമണമായിട്ടുമാണ് ഇതിനെ കാണാൻ. വളരെയധികം മനുഷ്യാവകാശ ലംഘനം ഈ യുദ്ധത്തിൽ നടന്നിട്ടുണ്ട്, ഈ ആക്രമണത്തിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സാധാരണയായി ഇത്തരം യുദ്ധമുഖങ്ങളിൽ സ്ത്രീകളെയും കുട്ടികളെ ആക്രമിക്കുക, ആശുപത്രികൾ ആക്രമിക്കുക, അതുപോലെ തന്നെ അനാഥാലയങ്ങളോ വൃദ്ധസദനങ്ങളോ ഇങ്ങനെയുള്ള അതുപോലെ സ്കൂളുകൾ ഇതൊന്നും തന്നെ ആക്രമിക്കാതിരിക്കുക എന്നുള്ള ഒരു കേവല മര്യാദ എല്ലാ രാജ്യങ്ങളും പുലർത്തുന്നതാണ്. ഇതിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ആദ്യ ദിവസം തന്നെ ഇത്രയും നിഷ്ഠുരമായ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചേക്കും. അതോടൊപ്പം തന്നെ ഇറാനിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. തങ്ങളെ അനാവശ്യമായി യുദ്ധത്തിലേക്ക് വലിച്ചിഴിച്ച് ഏകപക്ഷീയമായി യുദ്ധം അടിച്ചേൽപ്പിച്ചു. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രായേലും അമേരിക്കയും തങ്ങൾക്കെതിരെ തങ്ങളുടെ മേൽ യുദ്ധം അടിച്ചേൽപ്പിച്ചു എന്നാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇറാൻ ആരോപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല UN ഇടപെടണമെന്നും ആക്രമണം നിർത്തണമെന്നുള്ള ഒരു ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാർത്തിക, ലോറൻസ് പറഞ്ഞതുപോലെ തന്നെ UN ഇടപെടണം എന്നൊരു ആവശ്യം ഇറാൻ മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യുദ്ധ സാഹചര്യം കൂടുതൽ കടുപ്പിക്കാനല്ല ഇറാൻ മുതിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാമോ? പറഞ്ഞതുപോലെ തന്നെ ഇറാൻ UN തന്നെ ഇതിലൊരു സാഹചര്യത്തിൽ ഇടപെടണം എന്ന് പറയുമ്പോൾ ഇനി ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇറാൻ കാര്യങ്ങൾ നീക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? കാർത്തിക, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണം തുടങ്ങി വെച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ്. അതുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. ആക്രമണം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കില്ല. അത് ഞങ്ങളാണ് അത് തീരുമാനിക്കുക. ഇറാനാണ് യുദ്ധം എപ്പോൾ അവസാനിക്കണം അല്ലെങ്കിൽ എപ്പോൾ യുദ്ധം നിർത്തണമെന്ന് തീരുമാനിക്കുക തങ്ങളായിരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ ഈ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിന് മുൻപേ തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നു എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതനുസരിച്ച് തന്നെ ഇറാൻ തങ്ങൾ ശക്തമായി തങ്ങൾ തിരിച്ചടിക്കും. തങ്ങളുടെ ശക്തി എന്താണെന്ന് അമേരിക്കയും ഇസ്രായേലിനും കാണിച്ചു കൊടുക്കുമെന്ന് തന്നെ ഖമനേയി ഉൾപ്പെടെയുള്ള ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങളെ അനാവശ്യമായി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് എന്നാണ് വലിച്ചിഴക്കുകയായിരുന്നു. ആ ചർച്ചകൾ 4 റൗണ്ട് ചർച്ചകൾ അടുത്ത ആഴ്ച നടക്കാനിരിക്കെ തങ്ങളെ അനാവശ്യമായി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഇറാൻ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് UN ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു അവരുടെ ഒരു തന്ത്രപരമായ ഒരു നിലപാടാണ്. കാരണം തങ്ങളല്ല യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രായേലും അമേരിക്കയുമാണ്. യുദ്ധം നിർത്താനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ തങ്ങളുടെ ഭാഗത്ത് തങ്ങൾ വിചാരിച്ചാലേ യുദ്ധം നിർത്താൻ കഴിയൂ എന്നുള്ള ഒരു അഭിപ്രായം അവർ മുമ്പേ പങ്കുവച്ചിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ അവർ ഒന്ന് ആവർത്തിച്ചിരിക്കുന്നത്. ആദ്യം ആക്രമിച്ചത് തങ്ങളല്ല ആക്രമണകാരികൾ എന്നുള്ള ഒരു നിലപാടാണ് ഇറാൻ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഗോളതലത്തിൽ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് അംഗത്വമുള്ള UN പോലെയുള്ള UN രക്ഷാസമിതിയിലെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് അംഗത്വമുള്ള UNലെ പ്രമുഖ രാജ്യങ്ങളായ 15 രാജ്യങ്ങൾ UN രക്ഷാസമിതിയോടാണ് ഇപ്പോൾ ഈ വീറ്റോ പവറുള്ള അംഗരാജ്യങ്ങളുള്ള UN രക്ഷാസമിതിയോടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടണം. അതായത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനോട് ഈ വിഷയത്തിൽ ഇടപെടണം, യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ആക്രമണം നിർത്താനുള്ള ഒരു നടപടി വേണം
എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായി അവർ പറഞ്ഞിരിക്കുന്ന കാരണം ഞങ്ങളല്ല യുദ്ധം തുടങ്ങി വെച്ചത്, അമേരിക്കയും ഇസ്രായേലുമാണ് യുദ്ധം തുടങ്ങി വെച്ചത്. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടി അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഏകപക്ഷീയമായ യുദ്ധം അടിച്ചേൽപ്പിക്കുകയും ഇറാനിലെ വിവിധ നഗരങ്ങളിലെല്ലാം ആക്രമണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിൽ നിന്ന് തിരിച്ചടിയിൽ ഞങ്ങൾ പിന്നോട്ട് പോകില്ല. പക്ഷേ യുദ്ധം അവസാനിക്കാൻ ലോകസമൂഹം അവസാനിപ്പിക്കാനും ആക്രമണം നിർത്താനും ലോകസമൂഹം മുന്നിട്ടിറങ്ങണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇറാൻ ശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്കും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ പശ്ചിമേഷ്യയിലെ സഖ്യരാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾക്കും ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് തന്നെ മുമ്പേ തന്നെ ഇറാൻ ആക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഒരുക്കി കൊടുത്ത് തങ്ങളെ ആക്രമിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന അറബ് രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ മുമ്പോട്ട് പറഞ്ഞിരുന്നു. മുൻപേ തന്നെ മുന്നറിയിപ്പ് നൽകി. ഈ യുദ്ധം ഇറാനെതിരെയുള്ള അല്ല, ഇസ്ലാമിനെതിരെയുള്ള യുദ്ധം ആണെന്നുള്ളൊരു നിലപാടാണ് മുൻപും ഇറാനിൻ്റെ പരമോന്നത നേതാവ് കഴിഞ്ഞ കുറേ മാസങ്ങളായി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സന്ദേശം. അതായത് ഈ യുദ്ധം ഇറാനെതിരെയുള്ള ഇസ്ലാമിനെതിരെയുള്ള ഒരു യുദ്ധം ആണെന്നുള്ള ഒരു നിലപാടിലാണ് ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ മത നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇപ്പോൾ ഈ ഖമനേയിയുടെ അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടത്തിൻ്റെയോ പ്രസ്താവനകളിൽ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇറാൻ കൂടുതൽ ആക്രമണങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇന്ന് രാത്രിയോടെ ഇന്ന് നാളെ പുലർച്ചെ വരെ ഒരു വൻതോതിലുള്ള ആക്രമണം ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ന് രാത്രിയായിരിക്കാം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാവുക. കാരണം രാത്രി ആയിരിക്കും വൻതോതിലുള്ള ആക്രമണത്തിന് അവർക്ക് കോപ്പ് കൂട്ടുക. ഇറാൻ്റെ ആണവ നിലയങ്ങളും സൈനിക കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് റഡാറും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, ആണവ നിലയങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ന് രാത്രി വളരെ ശക്തമായ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ടെഹ്റാൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം തന്നെ ഇറാന് 2-3 ആണവ നിലയങ്ങളുണ്ട്. അത് തന്നെ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന ആണവ നിലയങ്ങളാണ് ഉള്ളത്. അത് ഇറാനിൽ നിന്ന് കൂടി വന്നാൽ 100-300 കിലോമീറ്റർ ഒക്കെ ടെഹ്റാനിൽ നിന്ന് 100-300 കിലോമീറ്റർ അകലെയുള്ളതാണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ. നദാൻസ്, അതുപോലെ തന്നെ ഫോർദോ, അതുപോലെയുള്ള ഇഫ്സാൻ, ഇങ്ങനെയുള്ള ആണവ സമ്പുഷ്ടീകരണ ശേഷിയുള്ള ആണവ റിയാക്ടറുകൾക്ക് നേരെ ഇന്ന് രാത്രി ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും യുദ്ധം കുറേ ദിവസത്തേക്ക് നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടുകൂടി വളരെ ശക്തമായ ഒരു ആക്രമണം ഇറാൻ നേരിടേണ്ടി വരും. ഇത് മുൻകൂട്ടി കൊണ്ടുകൊണ്ടാണ് ഇറാനിൻ്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ നിന്ന് വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ നഗരത്തിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവരോട് വളരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇറാൻ നേതൃത്വത്തിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും അതുപോലെ തന്നെ സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകളും വളരെയധികം ജാഗ്രതയിലാണ്. അവരും ഇറാൻ്റെ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം, അമേരിക്കയുടെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ നേതൃത്വം വളരെ ജാഗ്രതയിലാണ്. ജനങ്ങളോടും അവർ ടെഹ്റാൻ നഗരം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയതായി വരുന്ന വിവരം ഇറാനിൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്കെല്ലാം തന്നെ നേരെയെല്ലാം ഇറാൻ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരും ബഹ്റിൻ്റെ തലസ്ഥാനമായ മനാമയിലാണ് അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സെൻട്രൽ കമാൻഡിന് കീഴിലുള്ള ഈ സൈനിക താവളം, അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ നാവിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ ബഹ്റിൻ്റെ തലസ്ഥാനമായ മനാമയിലാണ്. അപ്പോൾ ആ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള മനാമയിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഭരണകൂടം ഒഴിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരം. ഏതായാലും ഇതുവരെ കിട്ടുന്ന വിവരങ്ങൾ, പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് 45 മരണം, അതായത് ഇറാനിലും അബുദാബിയിലും അതുപോലെ തന്നെ ഇറാഖിലും ഒക്കെ ഉൾപ്പെടെ 45 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാനുള്ള വിവരം. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായിരിക്കുന്നത് ഈ സ്കൂളിലാണ്. ആ സ്കൂളിൽ തെക്കൻ ഇറാനിലെ സ്കൂളിലാണ്. അവിടെ 40 പേർ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇറാനിലെ മറ്റൊരു സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടതായ വിവരവും പുറത്തു വരുന്നുണ്ട്. കാർത്തിക, അതുതന്നെയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുകയാണ്. 100 കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച്
ഉണ്ട് എന്നാണ് ഇസ്രയേൽ സൈന്യം അടക്കം പറയുന്നത്. ഏകപക്ഷീയമായ ആക്രമണമാണ് ഈ നടക്കുന്നതെന്നാണ് ഇറാൻ പറയുന്നത്. UN ഇതിൽ ഇടപെടണമെന്നൊരു ആവശ്യം കൂടി ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. തങ്ങൾ തുടങ്ങിവെച്ച യുദ്ധമല്ല ഇത്, അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായ ഒരു അപ്രതീക്ഷിത നീക്കം തന്നെയാണ് ഇത് എന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഇറാനിലെ സ്കൂളിലടക്കം ഉണ്ടായ ആക്രമണത്തിൽ 40 കുട്ടികളാണ് എന്തായാലും മരിച്ചിട്ടുള്ളത്. പടിഞ്ഞാറൻ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മിസൈൽ ലോഞ്ചറുകൾ ഉൾപ്പെടെ 100 കണക്കിന് ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങൾ തകർത്തതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണങ്ങളെ തടയാൻ തങ്ങളുടെ വ്യോമസേന സജീവമായി രംഗത്തുണ്ട് എന്ന് തന്നെയാണ് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകുന്നത്. അതിനർത്ഥം യുദ്ധം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നതാണോ എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും തെക്കൻ ഇറാനിലെ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലുള്ള സ്കൂളിലേക്കായിരുന്നു ഇസ്രയേലിൽ നിന്നുള്ള മിസൈലുകൾ വീണത്. ആ മിസൈലുകൾ വീണതോടെ ഉണ്ടായ ആക്രമണത്തിൽ 40 കുട്ടികളാണ് മരിച്ചിരിക്കുന്നത്. ഇറാന് നേരെ ആകാശത്തു നിന്നും കടലിൽ നിന്നും വ്യാപകമായ ആക്രമണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് അമേരിക്കയിൽ വ്യക്തമാക്കുന്നത്. ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങളെ അടക്കം തകർക്കുക എന്നതാണ് US-ന്റെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും തീരുമാനം. അതങ്ങനെ തന്നെ നടക്കും. ആ ലക്ഷ്യം അതുപോലെ തന്നെ ഉണ്ടാകുമെന്നും നിലവിൽ ഇത് ഇറാന്റെ അതിർത്തിക്കുള്ളിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് US അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ആക്രമണങ്ങളിൽ US വ്യോമസേന പങ്കെടുക്കുന്നുണ്ടെന്നും ഇസ്രയേൽ സൈന്യവുമായി ഏകോപിച്ചാണ് നീക്കങ്ങൾ നടത്തുന്നതെന്നുമുള്ള ഒരു സ്ഥിരീകരണം അടക്കം ഈ ഒരു നിമിഷങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാന് മേലുള്ള US-ന്റെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾ ഉടനടി നിർത്തണമെന്നൊരു അവകാശം അല്ലെങ്കിൽ ഒരു ആവശ്യം റഷ്യയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യം രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പരിഹാരത്തിന്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നൊരു ആവശ്യമാണ് റഷ്യ മുന്നോട്ട് വെച്ചത്. എന്തായാലും യുദ്ധസമാന സാഹചര്യം അല്ലെങ്കിൽ യുദ്ധം കടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഗൾഫ് മേഖലയിലടക്കം US-ന്റെ പരിധിയിലുള്ള അല്ലെങ്കിൽ US-ന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ US-ന്റെ താവളങ്ങളടക്കമുള്ള ഒരു മേഖലയിലേക്ക് ഗൾഫ് മേഖലയിലേക്ക് ഇത്തരത്തിൽ ഇറാൻ ആക്രമണം നടത്തുന്നു. ബഹ്റൈൻ, കുവൈറ്റ് അതുപോലെ തന്നെ അബുദാബി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. ഏറെ പ്രധാനം ബഹ്റൈനിലെ മനാമയിലാണ് ഇത്തരത്തിൽ ആദ്യ ആക്രമണം ഉണ്ടാകുന്നത്. പിന്നീട് ജനവാസ മേഖലയിലേക്ക് അടക്കം ആ ആക്രമണം വ്യാപിക്കുന്നു എന്നൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരു ആക്രമണ സ്വഭാവം അല്ലെങ്കിൽ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിരവധി വിമാന സർവീസുകൾ അടക്കം റദ്ദാക്കിയിട്ടുണ്ട്. ഈ ആളുകൾ ഇപ്പോൾ ഒരു സാഹചര്യം നിലനിൽക്കെ ആശങ്കപ്പെട്ട് നിൽക്കുന്നൊക്കെയാണ് ആളുകൾ. എങ്കിലും ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. വിമാന സർവീസുകൾ അടക്കം റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എയർ ഇന്ത്യ അതുപോലെ തന്നെ ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികൾ അവരുടെ സർവീസുകൾ അടക്കം നിർത്തിവെച്ചിട്ടുണ്ട്. എയർപോർട്ടിലൊക്കെ പുറപ്പെടാനിരിക്കുന്ന ആളുകൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പുറപ്പെടുക. ഏതെല്ലാം വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒന്ന് എല്ലാം റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാൻ പരമാവധി ശ്രമിക്കുക. എന്തായാലും നെടുമ്പാശ്ശേരിയിൽ നിന്നടക്കമുള്ള ഈ ഗൾഫ് മേഖലയിലേക്കുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ഈ ഒരു സമയം വരെയുള്ളത്. അതിനാൽ തന്നെ ആ ഒരു കാര്യത്തിൽ വിമാന കമ്പനികളുമായി കോൺടാക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രം എയർപോർട്ടിലേക്ക് പുറപ്പെടാൻ ശ്രമിക്കുക എന്നതാണ് നമുക്ക് എന്തായാലും നിമിഷം മുന്നോട്ട് വെക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു യുദ്ധ സാഹചര്യം അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ വിവിധ സ്ഥലങ്ങളിലുള്ള ഈ ഇറാനും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിനാൽ തന്നെ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് ആശങ്കകളില്ലാതെ കൃത്യമായ ഈ ഒരു ആക്രമണ സ്വഭാവമില്ല സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാനടക്കം ഇറാൻ അടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്നും ശേഖരിക്കുന്ന കാര്യങ്ങളിലടക്കം ഇവരും കടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സമയം വരെ 45 മരണമാണ് ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 40 മരണം ഇറാനിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാനിലെ സ്കൂൾ ഇസ്രയേൽ ആക്രമിച്ചതിൽ 40 വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ അബുദാബിയിൽ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഇറാന്റെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും ഇന്ന സ്ഥലത്ത് 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇതുവരെ 45 മരണമെന്നാണ് ഔദ്യോഗികമായ ഒരു കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും യുദ്ധം തുടരുന്ന ഒരു സാഹചര്യമാണ്. വിവിധ മേഖലകളിൽ ഇറാന്റെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാവുകയാണ്. ഗൾഫ് മേഖലകളിലാണ് ഏറ്റവും അധികം ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഇസ്രയേലിലേക്കും വ്യാപകമായി മിസൈലുകൾ
വിക്ഷേപിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആശങ്കപ്പെടാതെ എല്ലാവരും കരുതലോടെ ഇരിക്കുക എന്നൊരു കാര്യം മാത്രമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഇറാനിലെ സ്കൂളിലേക്ക് അടക്കം ഇസ്രയേൽ ഒരു ആക്രമണം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റഷ്യ അടക്കം അല്ലെങ്കിൽ കുവൈറ്റ്, ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ആദ്യഘട്ടത്തിൽ ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനയുടെ ഓഫീസുകൾക്ക് സമീപമാണ് ആക്രമണം നടന്നിരുന്നത്. ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഈ ഖമനൈ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഖമനയെ മാറ്റിയിട്ടുണ്ട് എന്ന കാര്യങ്ങളിൽ ഇറാൻ ഒരു വ്യക്തത വരുത്തിയിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇനി ഇറാന്റെയും അതുപോലെ തന്നെ US-ന്റെയും ഇസ്രയേലിന്റെയും ഒക്കെ തീരുമാനം എന്നതിൽ ഇനിയും അറിയേണ്ടതുണ്ട്. ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് തന്നെയാണോ ഇനിയും കാര്യങ്ങൾ പോകുന്നത്, അതോ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാറുമോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഈ ഒരു ഇസ്രയേലിന്റെ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിൽ ഭീഷണികൾ ഇല്ലാതാക്കാനാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അടക്കം നേരത്തെ ഒരു പരാമർശമടക്കം നടത്തിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആക്രമണം കടുത്ത സാഹചര്യത്തിൽ ഇസ്രയേലിന്റെയും അതുപോലെ തന്നെ ഇറാന്റെയും ഗൾഫ് രാജ്യങ്ങളെ അടക്കം വ്യോമാതിർത്തി അടക്കം അടച്ച ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും കൂടുതൽ ദിവസങ്ങളിലേക്ക് ഈ യുദ്ധം കടന്നു പോകുമോ, അതോ അതിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു സമാധാന പാതയിലേക്ക് ഇത് എത്തിച്ചേരുമോ എന്ന കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പശ്ചിമേഷ്യ അതിസങ്കീർണമായ സാഹചര്യത്തിൽ തന്നെയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാവുക തന്നെയാണ്. ആണവ ചർച്ചകളെ ചൊല്ലിയാണ് സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു US-ന്റെ സഹായത്തോടെ ഇസ്രയേൽ എന്തായാലും ഇറാന്റെ തലസ്ഥാനത്ത് ആദ്യം ആക്രമണം നടത്തുന്നത്. ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുന്നത്. ആദ്യം ഇസ്രയേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നു. തൊട്ടു പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി ആ ആക്രമണം വ്യാപിപ്പിക്കുന്നു. ഇസ്രയേലിന് നേരെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചെന്ന് ഇസ്രയേൽ സൈന്യമടക്കം നേരത്തെ അറിയിച്ചിട്ടുള്ള കാര്യമായിരുന്നു. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ ഇസ്രയേലിന് നേരെ വരുന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നു. ജനങ്ങളോട് സുരക്ഷിതമായ സ്ഥലത്ത് തുടരാൻ ആവശ്യപ്പെടുന്നു എന്ന സാഹചര്യത്തിലടക്കം മുൻകരുതലുകൾ എടുക്കണമെന്ന കാര്യങ്ങൾ ഇസ്രയേൽ അറിയിച്ചിരുന്നു. കാരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം ഇസ്രയേലിനെ മുൻകൂട്ടി കണ്ടിരുന്നു. ഇതിന്റെ ഭാഗമായാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. വ്യോമതാവളങ്ങൾ അടക്കം അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ജനങ്ങളോട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുന്നു. എന്നാലും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന യുദ്ധ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇതുവരെ 45 മരണങ്ങൾ ഉണ്ടാകുന്നു, വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരണപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൾഫ് മേഖലയിലേക്ക് അടക്കം ആക്രമണം വ്യാപിക്കുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ കേരളീയരെ സംബന്ധിച്ച് മലയാളികൾ ഏറെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗൾഫ് മേഖല. ഒട്ടേറെ പ്രവാസികൾ ഇന്ത്യയിൽ നിന്നടക്കം ഒട്ടേറെ പ്രവാസികളുള്ളൊരു സ്ഥലം തന്നെയാണ് അബുദാബി, കുവൈറ്റ്, അതുപോലെ തന്നെ ബഹ്റിൻ മേഖലകളടക്കം. ഇവിടെ അടക്കം ആക്രമണം
ആക്രമണം നടക്കുന്നു എന്ന് പറയുന്നത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിനു പുറമെ വിമാന സർവീസുകൾ അടക്കം റദ്ദാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അതിലുപരി ആശങ്കയ്ക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും ഈ ഒരു അബുദാബിയിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതാണ്. കൂടാതെ തന്നെ ഇറാഖിൽ 2 മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു. അബുദാബിയിൽ 1, ഇറാഖിൽ 2 പേർ. ഈ ഇറാഖിലുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ ഇറാനിൽ 40 വിദ്യാർത്ഥികൾ മരിക്കുന്നു. അങ്ങനെ മൊത്തം ഈ ഒരു യുദ്ധം നടന്ന് അല്ലെങ്കിൽ യുദ്ധം ആരംഭിച്ച മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ 45 മരണങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഈ മരണസംഖ്യ ഉയരുമോ എന്നൊരു ആശങ്ക തന്നെയാണ് ഉണ്ടാകുന്നത്. അതും അബുദാബിയിലടക്കം ഒരു മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലടക്കം അല്ലെങ്കിൽ ബഹ്റിന്റെ മനാമയിലടക്കം ആക്രമണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് അടക്കം ആ ആക്രമണം വ്യാപിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിഴലിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നതാണ് എല്ലാ ഭരണകൂടങ്ങളും അതുപോലെ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും പ്രത്യാക്രമണങ്ങളൊക്കെ രൂക്ഷമായി തുടരുന്ന സാഹചര്യം ഈ ഒരു യുദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണങ്ങളിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്ന നിലപാട് 2 കൂട്ടരും സ്വീകരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിലൊരു തങ്ങൾ തുടങ്ങി വെച്ചതല്ല എന്നൊരു കാര്യം ഇറാൻ വ്യക്തമാക്കുന്നു. UN ഇതിൽ ഇടപെടണം എന്ന കാര്യങ്ങളടക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ എന്താകും പശ്ചിമേഷ്യയുടെ കാര്യം എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ലോകരാജ്യങ്ങളെ അടക്കം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ക്രൂഡ് ഓയിൽ വില അടക്കം ഉയരുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു യുദ്ധസമാന സാഹചര്യം എത്രത്തോളം ഭീതി ജനിപ്പിക്കുന്നതാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. സമ്പദ് വ്യവസ്ഥയിൽ അടക്കം വലിയ മാറ്റങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കും. വ്യാപാര മേഖലയിൽ അടക്കം തകർച്ച ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം അടക്കമാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം എത്ര ദിവസം അല്ലെങ്കിൽ എന്നാണ് സമാധാനം പുലരുക എന്നത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന് കിഴക്കുള്ള ഒരു സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് കൂടി ഈ നിമിഷം വരുന്നുണ്ട്. എന്നാൽ അത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ല. എന്തായാലും ആ ഒരു പുറത്തു വരുന്ന ആ റിപ്പോർട്ടിന്മേലുള്ള വിശദീകരണം കൂടി അല്ലെങ്കിൽ വ്യക്തത കൂടി നമുക്ക് വരുത്തേണ്ടതുണ്ട്. എന്തായാലും യുദ്ധസമാന സാഹചര്യം അല്ലെങ്കിൽ പശ്ചിമേഷ്യ യുദ്ധ സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തി എത്തിക്കേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ നമ്മൾ